ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹെനോ. ഇന്നൊരു സൂപ്പർ ലവ് സ്റ്റോറി ആണ്. എല്ലാവരും ഇത് ഫുൾ കാണണം. ശരി, വരൂ. കഥയിൽ തുടക്കത്തിൽ തന്നെ ഹീറോയിൻ സംസാരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് ലൂസി. എന്താണ് സംസാരിക്കുന്നത് വെച്ചാൽ, ആക്ച്വലി ഈ ലോകത്ത് ഫുൾ 6.5 ബില്യൺ ആളുകളുണ്ട്. എന്നാൽ ഇത് നമ്മുടെ മനസ്സിനിറങ്ങുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനൊരു കഥ പറയാം. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുത്തനെ ഡീപ്പായി ലവ് ചെയ്തിരുന്നു. അവൻ്റെ പേരാണ് ഷെയ്ൻഹൈൻ. അവനെ ഞാൻ പ്രൈമറി സ്കൂളിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്, പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്നാലും എൻ്റെ മനസ്സ് അവനെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സീക്രട്ട് ലവ് സ്റ്റോറി. ഇപ്പോൾ കറണ്ട് വേർഷൻ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഇപ്പോൾ ലൂസി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മുടെ ലൂസി നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കും. ഇപ്പോൾ ലൂസി ജനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഹേയ്, നീ അറിഞ്ഞോ, നമ്മുടെ സ്കൂളിലോട്ട് പുതിയ ചെക്കൻ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അവനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ? എന്നാൽ ലൂസി ഇതൊന്നും ശ്രദ്ധിക്കാതെ ജനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടീച്ചർ അങ്ങോട്ട് വരുന്നത്, ആരാ മാങ്ക ബുക്ക് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം ഇവരുടെ കയ്യിൽ ആ ബുക്ക് കൊടുക്കുന്നു. ഏയ്, ഇതെന്തിനാ എൻ്റെ കൈ തന്നെയെന്ന് പറഞ്ഞ് അവൾ ഓടുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ലൂസിയെ പിടിച്ച് ആരോ വലിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ ഹീറോയാണ്. അവൻ ലൂസിനെ പിടിച്ചൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ അവിടെ നിന്നും പോയി. അപ്പോൾ ഹീറോ പറഞ്ഞു, ഓക്കെ, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഇവിടെ നിന്നും പോവാം. ലൂസി അവിടെ നിന്ന് നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വന്നോ നമ്മുടെ ടോപ്പർ. ശരി, വാ, സ്കോർ ബോർഡിൽ ഞാൻ സ്കോറെല്ലാം എഴുതാൻ പോവാണ്, നീ പേരെല്ലാം എഴുതിക്കോ. ടോപ്പ് വണ്ണിൽ അവൾ അവളുടെ പേര് എഴുതാൻ നിന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ഹേയ്, നീയല്ല ഈ പ്രാവശ്യം ടോപ്പർ, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വന്നില്ലേ, അവനാണ്. അവൻ്റെ പേരാണ് ഷെയ്ൻഹൈൻ എന്ന് പറഞ്ഞു. ടക്കെന്ന് ലൂസിക്ക് സ്ട്രൈക്കായി. എന്ത്, ഷെയ്ൻഹൈനോ എന്ന് പറഞ്ഞ് അവൾ പേര് എഴുതി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓ, നിനക്ക് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് അറിയാലോ, നിനക്ക് ഈ പേര് ആദ്യമേ അറിയുമോ എന്ന് പറഞ്ഞു. എനിക്ക് അറിയും എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലായത്, കുറച്ച് നേരം മുമ്പ് എന്നെ എടുത്ത് ഒളിച്ചിരുന്നത് ഷെയ്ൻഹൈനാണ്. ആക്ച്വലി ഹീറോയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ അത് അവനോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ ഫസ്റ്റ് റാങ്കിൽ അവൻ്റെ പേരും സെക്കൻഡ് റാങ്കിൽ അവളുടെ പേരും എഴുതി. നോക്കിയേ, അവളുടെ പേരും അവൻ്റെ പേരുടെ ഇടയിലുള്ള ദൂരം ജസ്റ്റ് 0.5 മില്ലിമീറ്റർ ആണ്. ഇത് കടന്നു വന്നാൽ ഞാൻ നിനക്ക് സ്വന്തമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ ഒരു വിൻഡോയുടെ അടുത്ത് പോയിരിക്കുന്നു. ഏതോ മാത്സ് പ്രോബ്ലം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ആൻസർ ശരിയായി വരുന്നില്ല. അപ്പോഴാണ് വിൻഡോയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹീറോ പറയുന്നത്, നീ തെറ്റായ ഫോർമുലയാണ് ചെയ്യുന്നത്, ഈ ഫോർമുല ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ശരിയായ ആൻസർ കിട്ടി. അപ്പോൾ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരില്ല, നീ ജീനിയസ് ആണ്. എസ്റ്റത്തെ ഒരു ആനിബി ഉണ്ട്, അത് നീ കണ്ടിട്ടുണ്ടോ? എന്ത്, ആനിബിയോ? ഇല്ലല്ലോ. എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ അതിലൊരു സൂപ്പർ സീനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയിന് തിരിച്ചും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടില്ല. അത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് ഹീറോ അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ഹീറോ ചോദിക്കുന്നു, നിനക്ക് ഏത് സീസണാണ് ഇഷ്ടം, മഴക്കാലമാണോ അതോ വേനൽക്കാലമാണോ? ഉടനെ ഷെയ്ൻ പറയുന്നു, എനിക്ക് മഴക്കാലമാണ് ഇഷ്ടം. ഹേയ്, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഞാൻ കഥയിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹീറോയിൻ അത് കേട്ട ഉടനെ എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ക്ലൗഡിയാണ് ഇഷ്ടം. അങ്ങനെയാണ് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഇപ്പം നമ്മുടെ കഥയിലെ ഹീറോ ഇത് കേട്ടിട്ട്, ഓഹോ, അങ്ങനെയാണ് കഥ അല്ലേ, എന്നാൽ നീ പറ, നിനക്ക് ഏത് സീസണാണ് ഇഷ്ടം? അപ്പോൾ ലൂസി പറഞ്ഞു, അത് എനിക്ക് ടൈമായി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ ധൃതിയിൽ ഓടിപ്പോയി. നെക്സ്റ്റ് ഡേ നമ്മുടെ ലൂസി ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഷെയ്ൻ അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഹേയ്, നീയാണോ ലൂസി? സ്കോർ ബോർഡിൽ എന്നും എൻ്റെ പേരിന് താഴെ നിന്റെ പേര് കാണാറുണ്ട്. ആക്ച്വലി നീ എന്നെ തോൽപ്പിച്ച് മുന്നോട്ട് വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം ലൂസി ആലോചിച്ച് കൂട്ടിയായിരുന്നു. ഇപ്പോഴാണ് ഷെയ്ൻ ആപ്ലിക്കേഷൻ വാങ്ങാൻ വരുന്നത്. ഓ, ഇത് എനിക്കുള്ളതാണോ? അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ അവളെ ഒന്നും മെയിൻറ്റ് ചെയ്ത പോലുമില്ല. പക്ഷേ ലൂസിക്ക് അത് ഡിസപ്പോയിൻ്റ് ആയി.